ഭീകരവാദികൾക്കെതിരെ ഇന്ത്യ പണി തുടങ്ങിയിരിക്കുകയാണ്. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ചാവേർ ബോംബറായിരുന്ന ഡോക്ടർ ഉമർ ഉൻ നബിയുടെ പുൽവാമയിലെ വീട് ഇന്ന് പുലർച്ചെ സൈന്യം തകർത്തെറിഞ്ഞിരിക്കുകയാണ്. സ്ഥലത്ത് ഇപ്പോൾ ഒരു കോൺക്രീറ്റ് കൂമ്പാരം മാത്രമാണ് അവശേഷിക്കുന്നത്. ഭീകരതയ്ക്കെതിരെ സീറോ ടോളറൻസ് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. നമുക്കറിയാം, ഭീകരവാദ സംഘടനകൾ ഈ ചാവേറുകൾക്ക് അവരുടെ കുടുംബത്തെ നോക്കിക്കോളാം, കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകിക്കോളാം, ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ഭീകര സംഘടനകളിലേക്ക് അവരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ കൃത്യം അത്തരം ഭീകര സംഘടനകളുടെ അത്തരം സ്ട്രാറ്റജികൾക്ക് തന്നെ മർമ്മത്തടിയേറ്റിരിക്കുകയാണ്. ആരെങ്കിലും കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടി രാജ്യത്തിനെതിരെ പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കുടുംബം അടക്കം കുളം തോണ്ടുമെന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഉമറിന്റെ കുടുംബാംഗങ്ങളെ പക്ഷേ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പോലീസ് മാറ്റിയിരുന്നു. ബന്ധുക്കളിൽ ചിലർ പോലീസ് കസ്റ്റഡിയിലുമാണ്. ഇപ്പോൾ ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ നബിയാണ് എന്ന് കുടുംബാംഗങ്ങളുടെ DNA സാമ്പിളുമായി ഒത്തുനോക്കി സ്ഥിരീകരിച്ചതിന് ശേഷമാണ് സൈന്യം ഇന്ന് രാവിലെ ഈ കടുത്ത നടപടിയിലേക്ക് കടന്നത്. ഡോക്ടർ ഉമറും അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർ മുസമ്മൽ അഹമ്മദ് ഗനായി, ഡോക്ടർ ഷഹീൻ സായിദ്, ഡോക്ടർ ആദിൽ അഹമ്മദ് എന്നിവർ സ്വിറ്റ്സർലാൻഡ് എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനിലൂടെ ഭീകര സംഘങ്ങളായി ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും 26 ലക്ഷത്തിലേറെ രൂപ സമാഹരിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. അറസ്റ്റിലായവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ UP-യിലെ ഹാപൂർ GS മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഫാറൂഖ്, കാൺപൂർ GSVM മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി DM വിദ്യാർത്ഥി ഡോക്ടർ മുഹമ്മദ് ആരിഫ് മിർ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. അതേസമയം LNGP ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 35 വയസ്സുകാരനായ ബിലാൽ എന്നയാൾ കൂടെ മരിച്ചതോടെ ചെങ്കോട്ട സ്ഫോടനത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം 13 ആയി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.